നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് അച്ഛനോട് എന്താ പറയാ? സത്യം അതുപോലെ തന്നെ പറയുന്നല്ലേ ഏട്ടത്തി നല്ലത്. എപ്പോഴായാലും അച്ഛനിതറിയും. പിന്നെ നമ്മളായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത്? ഏത് രീതിയിൽ കാര്യം അവതരിപ്പിച്ചാലും അച്ഛനത് താങ്ങാൻ പ്രയാസമായിരിക്കും. അത് ആലോചിക്കുമ്പോഴേ എനിക്ക് സന്ദീപേ, നീ വണ്ടി ഇരിക്കും. അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ നമുക്ക്. എന്നിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ പിടിച്ചോണ്ട് വരാം. അതിൻ്റെ പുറകെ വരുന്ന കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, നിയമപ്രകാരമായി സ്നേഹ ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനിയും എത്രയൊക്കെ തിരിച്ചു വിളിച്ചാലും അവള് അവന്റെ ഒപ്പം നിൽക്കൂ. ഇനിയും നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ കുറ്റക്കാരാവുള്ളൂ. പിന്നെ എന്ത് വേണമെന്ന് അർച്ചന പറയുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ തീർക്കും. അത്രയ്ക്ക് ദ്രോഹ അവിടെ ഇപ്പോൾ കാണിച്ചത്. കളഞ്ഞേക്കേട്ടാ. ഇങ്ങനെ ഒരു കൂടെ പുറപ്പായിട്ട് ഇല്ലെന്ന് കരുതിയാൽ മതി. ശരി, വീടിന്റെ 7 അയലത്ത് പോലും രണ്ടിനെയും അടുപ്പിക്കരുത്. അച്ഛനോട് നമുക്ക് പറയേണ്ട രീതിയിൽ തന്നെ പറയാം. അച്ഛനത് മനസ്സിലാവും. സന്ദീപ് പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനം അവൾ തന്നിട്ടില്ല. അവളെ വളർത്തിയതും സ്നേഹിച്ചതും ഒക്കെ നമ്മുടെ കടമ മാത്രമായിരുന്നു. ആ കടമ പക്ഷെ നമ്മൾ നന്നായിട്ട് നിറവേറ്റി. ആ സംതൃപ്തിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കാനേ നമുക്ക് കഴിയും. അതോർത്ത് ആശ്വസിക്കാനേ കഴിയും. ഇന്നു മുതൽ അച്ഛന് 3 ആൺമക്കളേ ഉള്ളൂ. ഉണ്ടായിരുന്നൊരു മോള് മരിച്ചുപോയെന്ന് കരുതിയാ മതി. ഇനി ഒരിക്കലും സ്നേഹം നമ്മുടെ ആരുടെയും കൺമുന്നിൽ വരരുതെന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല അച്ഛാ. അവന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞ് അവളുടെ ജീവിതം നശിച്ചു പോയാലും എന്റെ അനിയത്തിയായി എനിക്കിനി അവളെ കാണാൻ കഴിയില്ല അച്ഛാ. ഒരു ജന്മം മുഴുവൻ നിൽക്കാനുള്ളത് ഇന്നൊരു ദിവസം കൊണ്ട് അവൾ എന്നോട് ചെയ്തു. അത്രയും ദേഷ്യം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ ഞാൻ കരയാതെ പിടിച്ചു നിൽക്കുന്നത്. സ്നേഹ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ? ഇത് എൻ്റെ വീടായതുകൊണ്ട്. നിങ്ങൾക്ക് അച്ഛനൊന്ന് കാണണം. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണം. അതിന് പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ. നിന്നെ കണ്ട വലിയ പ്രശ്നമുണ്ടാവും. എന്ത് പ്രശ്നം? ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നതിന് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ധനുഷ് അകത്തേക്ക് വാ.
അച്ഛ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചു. എല്ലാം മറന്ന് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കണം. മനസ്സറിഞ്ഞ് തരേണ്ട ഒന്ന് അനുഗ്രഹം, അതും സ്നേഹമുള്ളവർക്ക്. എന്നെ ചതിച്ച നിന്നെ ഇവനെയും ഞാൻ അനുഗ്രഹിക്കണം. ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം അച്ഛൻ പറയുന്നതൊന്നും എനിക്കൊരു വിഷമമില്ല അച്ഛൻ. ഈ വീട്ടിലെ എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ധനുഷിന് ഇഷ്ടമാണെന്ന്.